Aishwarya here. This is the day 3 of Level Up. Level Up in day 3 നമ്മൾ സംസാരിക്കുന്നത് മൈൻഡ്സെറ്റിനെ പറ്റി തന്നെയാണ്. പോസിറ്റീവ് മൈൻഡ്സെറ്റ് ആൻഡ് നെഗറ്റീവ് മൈൻഡ്സെറ്റ്. നമ്മൾ എല്ലാ ആൾക്കാരും സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. എല്ലാ ആൾക്കാരും ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും ഇല്ലേ? സോ അതിൽ തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ്സെറ്റിനും അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള മൈൻഡ്സെറ്റിനും. ഇപ്പം നമുക്കൊരു എക്സാം നടന്നു. ഓക്കെ, അത്യാവശ്യം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷെ മാർക്ക് വന്നപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷ മാർക്കിലോട്ട് ചിലപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. മാർക്ക് കുറവായിരിക്കും. നമുക്ക് നോർമലി കിട്ടുന്നതിനേക്കാളും മാർക്ക് കുറവായിരിക്കും. അത്യാവശ്യം നല്ല പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാർക്ക് കുറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതെന്ന് പറയുന്നത് ഓക്കെ, എനിക്ക് ഈ സബ്ജക്റ്റ് ടഫായി തുടങ്ങി, ഞാൻ എന്താ ചെയ്തേ, ഞാൻ എന്താ പഠിക്കാത്തേ, എനിക്ക് എന്താ പറ്റിയേ, ഇതെന്താ മാർക്ക് പറഞ്ഞേ, അവരെ തന്നെ ഡൗട്ട് ചെയ്ത് അവരിൽ പിന്നെ നെഗറ്റീവായിട്ട് ഈ സബ്ജക്റ്റിനോട് ചിലപ്പോൾ വെറുക്കുന്ന സിറ്റുവേഷനിൽ വരെ പോയിട്ടുള്ള സ്റ്റുഡൻസിന് എനിക്കറിയാം കേട്ടോ. പക്ഷേ അവിടെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാണ് ഈ ഒരു മാർക്ക് കുറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അവർ ചിന്തിക്കാം ഓക്കെ, ഈ എക്സാമിൽ മാർക്ക് കുറഞ്ഞു, സോ അടുത്ത എക്സാമിൽ എനിക്ക് എന്തൊക്കെയാണ് ബെറ്റർ ചെയ്യാൻ പറ്റുക, ഞാൻ എന്തൊക്കെയായിരുന്നു പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടാകുന്നത്, ഞാൻ എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്നെ ഇനി ഞാൻ നോർമലി ഇടുന്ന വർക്കിന് ഈ സബ്ജക്റ്റിന് ഞാൻ കൊടുക്കുന്ന വർക്കിന് ഡബിൾ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത എക്സാമിന് എനിക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവാം. ഓക്കെ, സോ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺസ് നോർമലി എല്ലാ മനുഷ്യനും വരും. നിങ്ങളുടെ ഏതൊക്കെ മേഖലയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ മേഖലയിൽ ഉറപ്പായിട്ടും അപ്പ് ആൻഡ് ഡൗൺസ് വരും. പക്ഷേ ഡൗൺ ആവുമ്പോൾ ഓക്കെ, ഞാൻ ഡൗൺ ആയി എന്ന് ചിന്തിക്കാതെ ഡൗൺ ആകുമ്പോൾ അടുത്തൊരു വിജയത്തിലോട്ടാണ് എനിക്കിരിക്കുന്നത്, സോ ഞാൻ എക്സ്ട്രാ എഫേർട്ടാണ് ഇടേണ്ടതെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി എഫേർട്ട് ഇടാനായിട്ട് റെഡിയാവാം. സോ നമുക്ക് ഡേ 4 കാണാം.